ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രണ്ട് ചോദ്യങ്ങൾ അത് ഈ വീഡിയോയുടെ തംബ്നെയിലുണ്ട്. ഒന്നാമത്തെ ചോദ്യം വന്നത് ഒരു ചാനലിലാണ്, ഫോക്കസ് TV എന്ന ചാനലിൽ രണ്ടുപേർ തമ്മിൽ ഡിസ്കഷൻ നടത്തുന്നതായിട്ട് വന്ന ഒരു വീഡിയോ. അതിൽ ഉന്നയിച്ചൊരു ചോദ്യമാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്നോട് എൻ്റെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി ചോദിച്ച ചോദ്യമാണ്. അപ്പൊ എന്തായാലും വലിയ മുഖവരയൊന്നുമല്ല, നമുക്ക് ഫോക്കസ് TVയിൽ നടന്ന ആ ഡിസ്കഷൻ ഒന്ന് കാണാം. ഈ ഒരു സാഹചര്യത്തിൽ അവർക്കെതിരെ പരാതി കൊടുക്കാൻ വേണ്ടിയൊക്കെ പോയി പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് വലിയൊരു ബൈറ്റും ഒക്കെ നൽകി. അപ്പം തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്ന വ്യക്തി ഈ എലിസബത്തിന്റെ സഹോദരങ്ങളെ അല്ലെങ്കിൽ സഹോദരന്മാരെ പരാമർശിക്കുകയുണ്ടായി. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മുടെ ഒരു കുടുംബത്തിൽ പല സ്വഭാവത്തിലുള്ള ആളുകളാണ്. എല്ലാവരും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുന്നവരോ എല്ലാവരും ഒരുപോലെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്നവരോ അല്ല. പക്ഷേ ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി എലിസബത്തിന്റെ കാര്യം മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സഹോദരങ്ങൾ എലിസബത്തിന്റെ ഒപ്പമാണോ അല്ലയോ എന്നുള്ളത് ഒന്നുകൂടെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പൊ നിലവിൽ മനസ്സിലാക്കുന്ന അവരെ സപ്പോർട്ടിനില്ല. കാരണം അവർക്കൊരു ലൈഫുണ്ട്, അവർക്കൊരു ജീവിതമുണ്ട്, അവർക്ക് വൈഫുണ്ട്, വൈഫിന്റെ വീട്ടുകാരുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ വേണോ, അല്ലെങ്കിൽ ഇത് ചീത്തപ്പേരാവില്ലേ, അല്ലെങ്കിൽ അവർക്ക് പുറത്തിറങ്ങി നടക്കേണ്ട ഇങ്ങനെ ഒരു ത്രെറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അവർക്കും സ്വന്തം ജീവനിലും അതുപോലെ തന്നെ കുടുംബത്തിന്റെ ജീവനിലും ഒക്കെ ഭീതി ഉണ്ടാകാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ പോയിന്റ്സ് എല്ലാം വന്ന് എത്തി നിൽക്കുന്നത് ഈ പറയുന്ന എലിസബത്തിന്റെ അടുത്തേക്കാകും. അപ്പൊ എത്ര വലിയ സപ്പോർട്ട് ഉണ്ടെങ്കിലും എത്ര വലിയ ധൈര്യം ഉണ്ടെങ്കിലും സ്വന്തം ഫാമിലി തന്നെ അങ്ങനെ പറയുമ്പോൾ ഒരു പക്ഷേ അവർ ഡൗൺ ആയി പോയേക്കാം. ആ ഒരു സ്ഥിതി, ആ ഒരു അവസ്ഥയിലാണ് എലിസബത്ത് എന്നാണ് മനസ്സിലാക്കുന്നത്. എലിസബത്ത് എവിടെ എന്ന് പറഞ്ഞിട്ടാണ് ഈ ഡിസ്കഷൻ ആരംഭിക്കുന്നത്. എലിസബത്ത് എവിടെ എന്ന ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട പല ഡിസ്കഷനിലും അല്ലെങ്കിൽ ഓൺലൈൻ ഡിസ്കഷൻസും ഒക്കെ കാണുന്നുണ്ട്. അതിൽ പറയുന്ന കാര്യം എലിസബത്ത് സുരക്ഷിതയായിരിക്കുന്നു, സേഫ് ആയിരിക്കുന്നു എന്നുള്ളതാണ്. എനിക്കതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള കൺഫർമേഷനും ഇല്ല, എനിക്കതിനെക്കുറിച്ച് അറിയാനും പാടില്ല. പക്ഷെ ഇവർ പറയുന്ന അവർക്ക് ചില സോഴ്സുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു എന്നുള്ളത്. ഈ ചർച്ച മാത്രമല്ല, മറ്റു ചില റിയാക്ഷൻ വീഡിയോസിലും ചർച്ചകളിലും ഒക്കെ കണ്ടിട്ടുള്ളത് അവർക്കറിയാൻ കഴിഞ്ഞു സേഫ് ആണെന്നുള്ളതാണ്. പക്ഷെ മറ്റു നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലല്ല എന്നൊക്കെ പറയുന്നു. ഇവിടെ എന്നിട്ട് ഒരു പടി കൂടി കടന്നൊരു ചിന്ത കൂടി വന്നിരിക്കുകയാണ്. അതായത് എലിസബത്തിന് ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ബന്ധുക്കളുടെ പിന്തുണ ലഭിക്കുന്നില്ല അല്ലെങ്കിൽ അതൊരു വലിയ പ്രശ്നമാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, അങ്ങനെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഒരാളുടെ ജീവൻ ഇല്ലാതാകും, സ്ത്രീ ബലാത്കാരം ചെയ്യപ്പെടുക, ഇത് രണ്ടും ആളുകളെ മറ്റെന്തിനേക്കാളും വലുതായിട്ട് ട്രിഗർ ചെയ്യും എല്ലാവരെയും. അതിപ്പോൾ ഏത് രീതിയിലുള്ള ഏത് സാമ്പത്തിക നിലയിലുള്ള ആളായാലും, എത്ര വീക്കറായ ആളാണെങ്കിലും, ഏത് നിലയിലുള്ള ആളാണെങ്കിലും, ഈ രണ്ട് കാര്യങ്ങൾ, പിന്നെ സ്വന്തം പാർപ്പിടം തകർക്കപ്പെടുന്നൊരവസ്ഥ. അപ്പോൾ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആളുകൾ എങ്ങനെയെങ്കിലുമൊക്കെ പ്രതികരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ എലിസബത്ത് ഈ വിഷയം പലതവണ ചാനലിൽ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചാനലിൽ വന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സ്വന്തം യൂട്യൂബ് ചാനൽ സംസാരിച്ചിട്ടുണ്ട്. ബലാത്കാരം ചെയ്യപ്പെട്ടു, അത് മാരിറ്റൽ റേപ്പ് ആണെങ്കിൽ കൂടി അത് ബലാത്കാരം തന്നെയാണ്. അത് ആളുകൾക്ക് മനസ്സിലാവുന്നില്ല പറയുമ്പോൾ ചിലർക്കൊക്കെ, എല്ലാവരുടെയും കാര്യമല്ല പറഞ്ഞാൽ, ചിലർക്കൊക്കെ ഇപ്പോഴും മനസ്സിലാവുന്നില്ല എന്താണ് എന്നുള്ളത്. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടായൊരു വിഷയം എന്ന രീതിയിൽ മാത്രമായിട്ട് ഇതിനെ കണ്ട് അതിനെ ചുരുക്കി കാണാൻ ശ്രമിക്കണം. അങ്ങനെയല്ല. മാരിറ്റൽ റേപ്പ് എന്ന് പറയുന്നത് മറ്റു ബലാത്കാരം പോലെ തന്നെ ഒരു ക്രൈമാണ്. അവർ അനുവാദമില്ലാതെ ചെയ്യുന്നൊരു കാര്യം. ആ ഒരു വിഷയം സംഭവിച്ചു കഴിഞ്ഞാൽ അത് മാത്രമല്ല, അവരനുഭവിച്ച എത്രയോ കാര്യങ്ങൾ അവർ സംസാരിച്ചു. അപ്പൊ അതൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ബന്ധുക്കൾ റിയാക്ട് ചെയ്യും. ആ സാഹചര്യമുണ്ട്. പക്ഷെ ഇവര് പറയുന്നത്, ചർച്ചയിൽ പറയുന്നത്, അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് എലിസബത്തിന് മുന്നോട്ട് വരാൻ പറ്റുന്നില്ല എന്നാണ് അവർ മനസ്സിലാക്കുന്നതെന്നാണ്. എന്നിട്ട് തുടർന്ന് പറയുന്നത് കേട്ടുപോകാം നമുക്ക്. ഒരുപക്ഷെ ഇത് ശരിയാവാം, അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ പറയാൻ പറ്റില്ല, അങ്ങനെയും ആവും. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഈ പറയുന്ന ആള്, സോക്കോൾഡ് ആക്ടർ, ഇവരുടെ സഹോദരങ്ങളെ പരാമർശിച്ചു. അപ്പം ഇവരുടെ അമ്മയും അച്ഛനും പൂർണ്ണമായും എലിസബത്ത് എന്ന വ്യക്തിയെ പിന്തുണയ്ക്കുന്നുണ്ട്. അവർ വളരെ നല്ല രീതിയിൽ തന്നെ ആ കുട്ടിക്ക് ഒരു നല്ല ലൈഫ് ഉണ്ടാവണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. നമ്മുടെ എല്ലാ അച്ഛനമ്മമാരും മക്കൾ നല്ല രീതിയിൽ പോകണമെന്ന് ഒരുപോലെ ആഗ്രഹിക്കുന്നവരാണ്. 3 മക്കളുണ്ടെങ്കിൽ 3 മക്കളെയും ഒരുപോലെ കാണാൻ കഴിയുന്നവരാണ് ഭൂരിഭാഗം പേരൻസും. അങ്ങനെ അല്ലാത്തവരും ഉണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ എലിസബത്തിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന മാതാപിതാക്കളാണ് എലിസബത്തിനുള്ളത്. അതോടൊപ്പം തന്നെ ലോകം മൊത്തം, അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കാണുന്ന, ഈ വാർത്തകൾ അറിഞ്ഞ് എല്ലാവരും തന്നെ, ജനങ്ങളെല്ലാം എലിസബത്തിന് പിന്തുണയായി മുന്നോട്ട് വരുന്നുണ്ട്. മാതാപിതാക്കൾ പിന്തുണക്കുന്നുണ്ട്, ലോകം മുഴുവനും പിന്തുണക്കുന്നുണ്ട്. ഇതൊക്കെ നല്ല കാര്യം, അത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ആദ്യം കേട്ടൊരു കാര്യമാണ്, ഇത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. തെറ്റാണെങ്കിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു, പരിശോധിക്കണം. പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഈ രീതിയിലൊരു ചർച്ചയിലേക്ക് വരാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ എലിസബത്തിന്റെ ബന്ധുക്കൾ പറയാണ് ഈ രീതിയിൽ പ്രചരിക്കുന്നതൊക്കെ തെറ്റാണ്, ഞങ്ങൾ കൃത്യമായിട്ട് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. എലിസബത്ത് പറയാണ് അങ്ങനെ ഒരു അസംഷൻ്റെ ആവശ്യമില്ല, എനിക്ക് ബന്ധുക്കളുടെ പിന്തുണ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബാക്ക് ഫെയർ ചെയ്യും. അല്ലെങ്കിൽ ആ എന്തെങ്കിലുമൊക്കെ കിട്ടാൻ കാത്തിരിക്കുകയാണ് മറുവശത്ത്. എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വെച്ച് അങ്ങോട്ട് പെരുമാറാൻ എഴുതിയിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്ന ഓൺലൈൻ മീഡിയകൾ അല്ലെങ്കിൽ ഓൺലൈനിൽ ചർച്ച ചെയ്യുന്ന ആളുകളുടെയൊക്കെ വായടക്കാൻ പറ്റുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ വാ മൂടിക്കെട്ടാനുള്ള തുണി അങ്ങോട്ട് നമ്മൾ എടുത്ത് കൊടുക്കരുത്. നമ്മൾക്ക് ഈ വിഷയത്തിൽ കൺഫർമേഷൻ ഇല്ലെങ്കിൽ അത് സംസാരിക്കാതിരിക്കണം നല്ലത്. ഒരുപക്ഷെ ശരിയാകാം,
അല്ലെങ്കിൽ തെറ്റാണ് നിങ്ങൾ പരിശോധിക്കും. തെറ്റാണെന്ന് നിങ്ങൾ ആദ്യമേ തന്നെ പരിശോധിക്കണം. എന്നിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ. നിങ്ങളുടെ ഇന്റൻഷൻ വളരെ പ്യുവറാണ്, യാതൊരു തർക്കവുമില്ല. എലിസബത്തിന് നീതി ലഭിക്കുന്നതിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ചാനലാണിത്. അതിലൊന്നും യാതൊരു തർക്കവുമില്ല. അത് ശരിയാണ് നിങ്ങൾ ചെയ്യുന്നത്, അത് ഇനിയും തുടരണം. പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപക്ഷെ ഒരു നല്ല ഇന്റൻഷനോടെ പറയുന്നതായിരിക്കും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലെങ്കിലും കുറച്ച് പിന്തുണ ലഭിച്ച് അവർ തുറന്ന് സംസാരിക്കട്ടെ എന്ന് കരുതിയായിരിക്കും നിങ്ങൾ പറയുന്നത്. പക്ഷെ അത് മറ്റൊരു രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. നമ്മൾക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മൾക്ക് യാതൊരു ധാരണയുമില്ലാത്ത വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നതെന്ന് അത് വ്യാഖ്യാനിക്കപ്പെടും. ഈ വിഷയത്തിൽ സംഭവിക്കാൻ പാടില്ല. കാരണം ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചിരുന്നത് എലിസബത്ത് പറഞ്ഞത് കേട്ടിട്ടാണ്, പാപ്പു പറഞ്ഞത് കേട്ടിട്ടാണ്, അമൃത പറഞ്ഞത് കേട്ടിട്ടാണ്. അവരനുഭവിച്ച സംഭവങ്ങൾ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതിന്റെ കൂടെ അസംഷൻസ് ആഡ് ചെയ്യരുത്, ബാക്ക് ഫെയർ ചെയ്യാൻ അവസരം ഉണ്ടാക്കരുത്. ഈ പറയുന്ന ബാലയെ എലിസബത്തിന് യാതൊരുവിധ പേടിയും ഇല്ലെന്ന് എലിസബത്ത് തന്റെ വീഡിയോസിലൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് ബാലയെ പേടിച്ച് എലിസബത്ത് ഒളിച്ചിരിക്കുക എന്നുള്ളൊരു വിചാരം നമുക്കും നിങ്ങൾക്കും ആർക്കും വേണ്ട. പക്ഷേ സ്വന്തം കുടുംബം, സ്വന്തം സഹോദരങ്ങൾ, അവരുടെ ജീവിതം, അവരുടെ കുടുംബം എന്നൊരു പോയിന്റ് അവിടെ വന്നപ്പോഴേക്കും സ്വാഭാവികമായിട്ട് ഒന്ന് പിൻവാങ്ങിയതായിട്ടാണ് മനസ്സിലാക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്വന്തം കുടുംബത്തിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അപ്പോൾ ഇവിടെ ഈവൻ അവർ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും ശരിക്കും അവർ സപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ ശാരിക? അതിൽ സംശയമൊന്നുമില്ല, സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മളെ ചർച്ചകൾ പോകുന്ന ആ രീതിയിലാകരുത്. ഞങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പം നിങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു, മറുവശത്ത് നിൽക്കുന്ന ആളെ എലിസബത്തിനും ഭയമില്ല, പക്ഷെ ഇങ്ങനൊരു കൺസിഡറേഷനിൽ പിൻവാങ്ങിയതായിരിക്കാം. അങ്ങനെ ഒരു കൺസിഡറേഷൻ അല്ല എങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് മുൻപ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഈ ഓൺലൈൻ ചാനലിലൊക്കെ റദ്ദ് ചെയ്യാനായിട്ട് ഇവർക്ക് കഴിയും, അങ്ങ് എഴുതിത്തള്ളാനായിട്ട് ഇവർക്ക് കഴിയും. ഇപ്പം സംസാരിക്കുന്നവർ മാത്രമുള്ളന്നേ, വേറെ ആരാ സംസാരിക്കുന്നത്? നിങ്ങൾ സംസാരിക്കുന്നു, വളരെ നല്ല കാര്യമാണ്. റിയാക്ഷൻ ചെയ്യുന്ന വ്ളോഗേഴ്സ് സംസാരിക്കുന്നു, ഓൺലൈൻ മീഡിയയിൽ ചിലരെങ്കിലും സംസാരിക്കുന്നു, ലിജീഷ് എന്ന വ്യക്തി സംസാരിക്കുന്നു, ചെകുത്താൻ സംസാരിക്കുന്നു. ഇവരൊക്കെയുള്ളൂ സംസാരിക്കാൻ. മുഖ്യധാരാ മാധ്യമങ്ങളും മുഖ്യധാരാ സാമൂഹ്യ പ്രവർത്തകരും എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആളുകൾ വാർത്താ പ്രാധാന്യമുണ്ടെങ്കിൽ, ലൈം ലൈറ്റിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രമാണ് സാമൂഹ്യ പ്രതിബദ്ധത കാണിക്കുന്നത്. ഇപ്പോൾ ലൈം ലൈറ്റിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ? എന്നെനിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അതില്ലേ? വായിലിട്ട് കുത്തിയാലും സംസാരിക്കില്ല. എലിസബത്തിന്റെ വീഡിയോകൾ ഈ നാട്ടിലെ നിയമ സംവിധാനത്തിന്റെ വായിലേക്ക് കുത്തുന്നതാണ്. പക്ഷേ ഒരനക്കമുണ്ടായില്ല. മാനനഷ്ടം എന്ന് പറഞ്ഞപ്പോ എന്താ ഓടിക്കൂട്ട ആളുകാരുടെ? ഒരക്ഷരം ചോദിക്കാതെ പറഞ്ഞതൊക്കെ അങ്ങനെ തന്നെ വിഴുങ്ങി വന്ന് അതങ്ങനെ തന്നെ സ്ക്രോളിലും ടൈറ്റിലും ക്യാപ്ഷനും ഒക്കെ ഇട്ടിട്ട് വാർത്ത ഇറങ്ങി. എത്രയോ ദിവസമായിട്ട് വേദനയോടെ പറഞ്ഞു വന്ന കാര്യങ്ങൾ എങ്ങും സംസാരിച്ചില്ല. ഇപ്പൊ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്നത് ഇവർ മാത്രമേ ഉള്ളൂ. ആ കൈകൾ തല്ലി ഒടിക്കാനുള്ള വടി നമ്മളായിട്ട് എറിഞ്ഞു കൊടുക്കരുത്. ഇപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ളൊരു സാഹചര്യം ആർക്കും സംഭവിക്കാവുന്നതാണ്. അല്ലാതെ ഈ പറയുന്ന ഇപ്പം പർട്ടിക്കുലർ ആയിട്ട് എലിസബത്തിന്റെ ജീവിതത്തിൽ മാത്രം സംഭവിച്ചു പോയ അല്ലെങ്കിൽ സംഭവിച്ച വേറെ മറ്റൊരാൾക്കും സംഭവിച്ചിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒരുപാട് ജീവിതങ്ങൾ ഇങ്ങനെ ഉണ്ട്. പക്ഷേ എലിസബത്തിന്റെ കാര്യം കുറച്ച് ഈ പറയുന്ന ആക്ടർ ആയതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടെ ശ്രദ്ധിക്കപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു കുടുംബത്തിലും ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വന്തം വീട്ടുകാർ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ സ്വന്തം അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒപ്പം ഉണ്ടെങ്കിൽ മറ്റൊന്നും ഒരു പെണ്ണിനും വേണ്ട. ശരിക്കും പറഞ്ഞു ആ ഒരു സപ്പോർട്ട്, ആ ഒരു പിൻബലം ഉണ്ടെങ്കിൽ എത്ര വലിയ കടമ്പയും ചാടിക്കടക്കാൻ അവർക്ക് പറ്റും. ഇപ്പം എലിസബത്തിനെ സംബന്ധിച്ചിടത്തോളം ഇൻ കേസ് ഈ പറയുന്ന സഹോദരങ്ങൾ കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറി നിൽക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് സമൂഹം മുഴുവൻ എലിസബത്തിനൊപ്പം നിങ്ങൾ കണ്ടു തുറന്ന് അതൊന്ന് കാണും. നിങ്ങളും ആ കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് നൽകും. അത് അത്രയും മതി അവർക്ക്. അവർ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരട്ടെ. അവർക്കൊരു ജീവിതം മുന്നോട്ട് കിടക്കുകയല്ലേ. നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ആ ഒരു ജീവിതം നല്ലതായി പോകുന്നെങ്കിൽ പോവട്ടെ. അത് മാത്രമേ ഈ നിമിഷം പറയാനുള്ളൂ. ഇതാണ് നിങ്ങൾ പറയേണ്ടിയിരുന്നത്. ഈ ഒരു കാര്യം ഇതിന് മുന്നേ പറഞ്ഞതൊക്കെ ആ ക്ലിപ്പ് മാത്രമായിട്ട് പോയി നമ്മളെ ബാക്ക് ഫെയർ ചെയ്യും. ഈ രീതിയിൽ നിങ്ങൾ ചർച്ച തുടങ്ങി ഈ രീതിയിൽ അവസാനിച്ചിരുന്നെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരു സപ്പോർട്ട് സ്ത്രീക്ക് ആവശ്യമാണ്, അതുകൊണ്ട് ആ സപ്പോർട്ട് ലഭിക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിൽ ഓക്കെ. പക്ഷേ ഈ ചർച്ച ആരംഭിച്ച ടോൺ അത് ഞാൻ കേട്ടപ്പോൾ എനിക്കത് വലിയൊരു ആശങ്കയുണ്ടാക്കി. ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബന്ധുക്കൾ അവരെ നിരുത്സാഹപ്പെടുത്തിയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടാക്കി എന്നെ. നാളെ നിങ്ങൾ പറഞ്ഞ ഇത്രയും ഭാവം മാത്രമാണ് നിങ്ങൾ ഈ പറയുന്ന എന്നാണ് കരുതുന്നത് തെറ്റുണ്ടെങ്കിൽ തിരുത്താം, പിന്നീട് അതിൽ പരിശോധിക്കപ്പെടാം എന്നുള്ള കാര്യങ്ങളൊന്നും എവിടെയും ചർച്ച ചെയ്യപ്പെടില്ല. ഈ ചെറിയ ഭാഗങ്ങൾ മാത്രം എടുത്ത് അത് എലിസബത്തിനെതിരെ തിരിക്കും, എലിസബത്തിന് കൂടെ നിൽക്കുന്നവർക്കെതിരെ തിരിക്കും. വളരെ നല്ല ഇൻറ്റൻഷനോടെ നിങ്ങൾ പറഞ്ഞ കാര്യമാണ്, വളരെ നല്ല ഇൻറ്റൻഷനോടെ. ആ പെൺകുട്ടിക്ക് വേണ്ട പിന്തുണ ലഭിക്കണം. അത് ഇപ്പോൾ എന്തിനെയാണോ ഭയക്കുന്നത് ആ ഭയത്തിന് ഓവർകം ചെയ്യാനുള്ള ഒരു ധൈര്യം പകർന്നു കൊടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അതിനു വേണ്ടിയാണ് നിങ്ങൾ പറഞ്ഞത്. പക്ഷേ ചർച്ച പോയ ചില രീതികൾ ആ തിരുത്തൽ മാത്രമാണ് ആവശ്യപ്പെടുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ വീഡിയോകൾ ചെയ്യുമ്പോൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു ഭയം എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചോദിച്ച ചോദ്യമാണ് ഭയമുണ്ടെങ്കിൽ പിന്നെ എന്തിനത് പറയാനിരിക്കുന്നത്. അതിന് മറുപടി ഞാൻ ഉണ്ടാക്കിയെടുത്ത മറുപടിയല്ല, ഞാൻ കേട്ടിട്ടുള്ളൊരു മറുപടിയാണ്. അതുതന്നെയാണ് എനിക്കും ശരിയെന്ന് തോന്നിയിട്ടുള്ളത്. കറേജ് ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് ഫിയർ ആൻഡ് ഫിയർ ഈസ് നോട്ട് ദി ആബ്സെൻസ് ഓഫ് കറേജ്. അതായത് ധൈര്യം എന്ന് പറയുന്നത്
ഭയമില്ലാത്ത അവസ്ഥയല്ല. ഭയമെന്ന് പറയുന്നത് ധൈര്യമില്ലാത്ത അവസ്ഥയുമല്ല. അപ്പോൾ കേൾക്കുമ്പോഴേക്കും ഏതോ ഇൻ്റർവ്യൂവിലൊക്കെ വന്ന് ചിലർ സംസാരിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും. പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഭയത്തെ അതിജീവിക്കാനുള്ള ശക്തിയാണ് ധൈര്യം. ഭയം എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട് ഭയം, അല്ലേ? നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴേക്കും സ്റ്റെപ്പ് ഔട്ട് ചെയ്യുമ്പോൾ ഒരു തെരുവ് നായ എതിരെ വരുമ്പോൾ നമ്മളുള്ളൊരു ഭയമുണ്ട്, അത് നമ്മളെ കടിക്കും എന്നുള്ളത്. പക്ഷേ ആ കടിക്കാൻ വരുന്ന നായയെ നേരിടാൻ നമുക്ക് നൽകുന്ന ഒരു ധൈര്യമുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ആ ഭയത്തെ ഓവർകം ചെയ്യുന്നത്. ഭയത്തെ അതിജീവിക്കാൻ, ഭയത്തെ ജയിക്കാനുള്ള നമ്മുടെ കഴിവാണ് ധൈര്യം. എന്ന് കരുതി അതിൻ്റെ അർത്ഥം എനിക്ക് ഭയമില്ല എന്നല്ല. പക്ഷെ അതിനെ അതിജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതിജീവിക്കാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ സംസാരിക്കുന്നത്. താഴോട്ട് ചാടേണ്ടി വരുമ്പോൾ എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞുള്ള എടുത്തുചാട്ടമല്ല നമ്മൾക്ക് വേണ്ടത്. ഞാനിങ്ങനെ ചാടിക്കഴിഞ്ഞാൽ എനിക്ക് എന്തൊക്കെ ആഘാതങ്ങൾ സംഭവിക്കും, എന്തൊക്കെ ഡാമേജ് ഉണ്ടാകും, ആ ഡാമേജിനെ ഞാൻ എത്രമാത്രം കുറക്കണം, അല്ലെങ്കിൽ ആ ഡാമേജിനെ ഞാൻ എങ്ങനെ നേരിടാൻ പോകുന്നു, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആലോചിക്കാനും എന്നിട്ട് ആ ചാട്ടത്തിന് വേണ്ടി നമ്മളെ തയ്യാറെടുപ്പിക്കുകയും ചെയ്യുന്നൊരു സംഭവമാണ് ധൈര്യം. ആ ധൈര്യമുള്ളത് കൊണ്ടാണ് എലിസബത്തിന് വേണ്ടി സംസാരിക്കുന്നത്, പാപ്പുവിന് വേണ്ടി സംസാരിക്കുന്നത്, അമൃതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നത്. അവർ 3 പേരും ജീവിതത്തിൽ നേരിട്ട പ്രശ്നങ്ങൾ അവർ നമ്മോട് സംസാരിച്ചതാണ്. അടികൊണ്ട് ചോര ഛർദ്ദിച്ചു എന്ന് അമൃത പറഞ്ഞപ്പോഴാണ് നമ്മൾക്ക് പലർക്കും വെട്ടം വീണത്. ചില കാര്യങ്ങൾ എനിക്കും സത്യം പറഞ്ഞാൽ പാപ്പു എന്ന കുട്ടിയോട് എനിക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാകുമോ അല്ലയോ എന്ന് ചിന്തിച്ചതിന്റെ ഫലമാണ് ഈ വിഷയത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. നമ്മൾ പലരും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടില്ല. ആദ്യമൊക്കെ ഈക്വലായിരുന്നു. പകുതി ആളുകൾ എതിർവശത്തും പകുതി ആളുകൾ ഈ പെണ്ണുങ്ങളിലൊപ്പമായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇവർക്ക് നീതി ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ നീതി അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് തന്നെ ധൈര്യത്തോടെ കൂടെ നിൽക്കാനുള്ള തീരുമാനം. അപ്പോൾ ഈ 2 ചോദ്യങ്ങളിൽ എന്താണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്, അത് കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.